മായ കർത്ത എന്ന മായ എങ്ങനെയാണ് ആർജയമായത്? വളരെ യാദർശികമായിട്ട് ആണ് ആ ഒരു ടൈറ്റിൽ എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. സോ പറയാനാണെങ്കിൽ നമുക്കൊരു 2004 തിരിച്ചു പോവാം. അപ്പോഴാണ് എൻ്റെ ഈ ഒരു RJ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാനിങ്ങനെ എനിക്ക് ആദ്യം തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വിദേശത്ത് പോകണം. അത് ഒരു പ്രോബബ്ലി എന്താ പറയുക, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ലൈഫിലെ എൻ്റെ ഫാമിലിയുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. കാരണം എല്ലാവരും വിദേശത്തുണ്ട്. അത് കൂടുതലും ആൾക്കാർ US-ലായിരുന്നു. അപ്പം എൻ്റെ സിസ്റ്റേഴ്സ് അപ്പോഴത്തേക്കും US-ലെത്തി. അപ്പോൾ എനിക്കും യു എസിൽ പോകണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ GRE ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ എഴുതാൻ തീരുമാനിച്ചു. അത് ഞാൻ എഴുതി ആൻഡ് ഐ സ്റ്റാർട്ടഡ് അപ്ലൈയിങ് ഫോർ ഹയർ സ്റ്റഡീസ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൈക്കോളജിയിൽ നമുക്കൊരു സബ്ജക്ട് ടെസ്റ്റ് വേണം. അപ്പോൾ സബ്ജക്ട് ടെസ്റ്റ് പക്ഷേ ഇന്ത്യയിൽ ബിക്കോസ് ഒരുപാട് സ്റ്റുഡൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് അത് 2 പ്രാവശ്യം നടക്കുന്നുള്ളൂ. അപ്പം എനിക്കൊരു ലോങ് ഒരു ഗ്യാപ്പിന് ശേഷം അടുത്ത എക്സാം വരുന്നത്.